ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റിയൽ കുക്ക് ഫുഡ് ആൻഡ് വ്ളോഗ്സ്. ഇപ്പം നമ്മൾ ലോക്ക്ഡൗണൊക്കെ ആയിട്ട് വീട്ടിൽ തന്നെയാണല്ലേ. അപ്പം മക്കൾക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണ്ടി വരും. അപ്പം നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ തന്നെ ഉപയോഗിച്ചിട്ട് നമുക്ക് അടിപൊളി അവരെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറുക്കുറ ഉണ്ടാക്കി കൊടുത്താലോ. വളരെ എളുപ്പമാണ് നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുറുക്കുറ എങ്ങനെ ഉണ്ടാക്കുക നോക്കിയാലോ. അപ്പോൾ മറക്കാതെ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ആദ്യം തന്നെ ഒരു ബൗൾ എടുക്കുക. ബൗളിലേക്ക് 1 കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 കപ്പ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഗോതമ്പ് പൊടി, ഒരു 1-2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് സോഡാപ്പൊടി, ബേക്കിംഗ് സോഡ ഉണ്ടല്ലോ, അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു നുള്ള്, 1-2 നുള്ള് കായപ്പൊടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം. വിസ്ക് ഉപയോഗിച്ചിട്ട് കലക്കിയെടുക്കുകയാണെങ്കിൽ കട്ടയൊന്നും ഉണ്ടാവാതെ നല്ല സൂപ്പറായിട്ട് കിട്ടും മാവ്. ഇനി ഇത് നമുക്കൊന്ന് കുറുക്കിയെടുക്കണം. സ്റ്റൗവിൽ വെച്ചിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. നമുക്കിത് ഏകദേശം ഒരു കുഴയ്ക്കുന്ന പാകത്തിന് വേണം ഇത് കുറുക്കിയെടുക്കാനായിട്ട് കേട്ടോ. കുഴയ്ക്കാൻ പാകത്തിന് നമുക്കിത് കുറുക്കിയെടുക്കണം. ഇപ്പം ഏകദേശം വെള്ളമൊക്കെ വറ്റി നല്ല കുഴയ്ക്കാനുള്ള പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. ചൂട് ഒന്ന് ആറിയതിന് ശേഷം കുഴച്ചെടുത്താൽ മതി. നന്നായിട്ട് കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം വെള്ളമൊക്കെ അത്യാവശ്യത്തിന് ഉള്ളതാണിതിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കി ഒന്നെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഇതേപോലെ കുറച്ചെടുത്തിട്ട് ഒന്നിങ്ങനെ പരത്തി കയ്യിൽ വെച്ചിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുക. എത്രയാണോ നമുക്ക് വലുപ്പം വേണ്ടത് അതിനനുസരിച്ച്, അധികം കട്ടി വേണ്ട കേട്ടോ. നമ്മൾ കുറുക്കുറയുടെയൊക്കെ ആ ഒരു ഷേപ്പിൽ ഉരുട്ടിയെടുത്താൽ മതി. അധികം കട്ടി ആയിട്ടുണ്ടെങ്കിൽ വെന്ത് കിട്ടില്ല, ഉള്ളിൽ നല്ല ക്രിസ്പി ആവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി നീളത്തിൽ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് ആയപ്പോൾ ഞാൻ ബാക്കിയുള്ളത് മക്കളിനെ ഏൽപ്പിച്ചു. അവർക്ക് എന്തായാലും ബോറടിച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ അവർ തന്നെയാണ് ചെയ്തെടുത്തത് കേട്ടോ. അപ്പോൾ ഇതേപോലെ മക്കളിനെ കൂടി ഉൾപ്പെടുത്തുകയാണെങ്കിൽ അവർക്കും ഹാപ്പി ആവും, നമുക്കൊരു കയ്യിനൊരു ഒഴിവും കിട്ടും. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാനിതാ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ചൂടായി കഴിഞ്ഞാൽ നമുക്കിത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാവണം കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് ഞാനിതാ ഓയിലിലേക്ക് ഇട്ടിട്ടുണ്ട്. മക്കൾ നല്ല ആസ്വദിച്ചിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ മക്കളിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചു കൊടുക്കുക. അപ്പോൾ അവർ വേറെ ഷേപ്പിലൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ, എന്നാലും സാരമില്ല, അവർക്ക് കഴിക്കാനാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർ കുഴപ്പമില്ല, അവരുണ്ടാക്കിയതാവുമ്പോൾ അതിന് ഇത്തിരി ടേസ്റ്റ് കൂടുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് കുറുക്കുറ ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ എണ്ണയിലിട്ടിട്ട് ഇങ്ങനെ ഒന്നിങ്ങനെ ആക്കി നോക്കിയാൽ നല്ലൊരു ക്രിസ്പി ഫീലിംഗ് കിട്ടും, നമുക്ക് സൗണ്ട് വരും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇങ്ങോട്ട് കോരിയെടുത്താൽ മതി. അപ്പോൾ ഒന്നെടുത്തിട്ട് ഞാൻ നോക്കുകയാണ് കേട്ടോ റെഡി ആയോ എന്നുള്ളത്. അപ്പോൾ ഒന്നും കൂടിയും കുറച്ച് നേരം കൂടിയും എണ്ണയിൽ കിടക്കേണ്ടതായിട്ടുണ്ട്. വളരെ എളുപ്പമാണ് കേട്ടോ. നമുക്ക് വേറെ കുട്ടികൾക്ക് ആവശ്യമില്ലാത്ത ഒന്നുമില്ലല്ലോ, മൈദ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ഇതിൽ. അരിപ്പൊടിയും ഗോതമ്പ് പൊടിയും റവയല്ലേ, നല്ല ഹെൽത്തി ആയിട്ടുള്ളത് തന്നെയാണ്, കുട്ടികൾക്ക് ഇഷ്ടമാവും. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു സൗണ്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനിത് കോരി സ്റ്റെയിനറിലോട്ട് ഇടുകയാണ്.
അപ്പോൾ നമ്മുടെ കുറുക്കുറെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മിക്സ് ചെയ്തെടുക്കണം മസാലയൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ബാക്കിയുള്ളതും ഞാനിതാ എണ്ണയിലേക്ക് ഇടുകയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ വലിയൊരു ബൗളിലേക്ക് എണ്ണയൊക്കെ വാർത്ത് കളഞ്ഞതിന് ശേഷം ഇതിട്ട് കൊടുക്കുകയാണ്. നമുക്കിതിലേക്കുള്ള മസാല റെഡിയാക്കണം. മസാലയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് റെഡിയാക്കി എടുക്കാം കേട്ടോ. എത്ര എരിവാണോ വേണ്ടത് അതിനനുസരിച്ചുള്ളതൊക്കെ നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാം. അപ്പം ഞാനിവിടെ ചെയ്യുന്നത് മാഗി ഉണ്ടല്ലോ, മാഗിയല്ല, ഇപ്പി നൂഡിൽസ്, ഇപ്പിയുടെയോ മാഗിയുടെയോ ഏത് പൗഡർ വേണമെങ്കിലും മസാല പൗഡർ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പാക്കറ്റ്. അതുപോലെ തന്നെ കുറച്ച്, അത് അധികം എരിവുണ്ടാവില്ല. അപ്പോൾ കുറുക്കുറെ ആകുമ്പോൾ അത്യാവശ്യം എരിവുണ്ടാവും. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഗരം മസാലയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക കേട്ടോ. എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ മസാല റെഡിയായി കുറുക്കുറയിലേക്കുള്ളത്. അപ്പോൾ ഉപ്പ് നമ്മൾ മുന്നേ മാവിൽ ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ അതിന് കുറച്ചും കൂടിയും ചേർത്താൽ മതി. അത് നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. അധികം ഉപ്പ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു കുറുക്കുറ ഉണ്ടല്ലോ, അപ്പോൾ അത് ഇതിലേക്ക് മസാല ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ അടിപൊളി കുറുക്കുറ റെഡിയായി. അപ്പോൾ എല്ലാവരും ഇത് മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. അവർക്ക് ഇഷ്ടമാവും എന്തായാലും. എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.